നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് നമ്മുടെ പെർഫ്യൂംസ്, നമ്മൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് എങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആക്കാമെന്നുള്ളൊരു വീഡിയോ ഉണ്ട്. അതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പെർഫ്യൂംസ് എന്ന് പറയുന്നത്. മിക്കവരും ബോഡി മിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും, ബോഡി സ്പ്രേ, പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഇതിന്റെ സ്മെല്ല് കുറെ നേരത്തേക്കൊന്നും ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതിനുവേണ്ടി നമ്മൾ കുറെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. നല്ല ഹൈപ്പുള്ള, നല്ല ബ്രാൻഡിന്റെ വിലപിടിപ്പുള്ള പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുക, മാസം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് എന്നെ പോലെ ഒരാൾക്ക് അത്ര സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ നേരത്തേക്കൊന്നും ലാസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ഡ്യൂട്ടിക്ക് പോണ ടൈമിലൊക്കെ ആകെ വിയർത്ത് കുളിച്ചൊരു അവിഞ്ഞ നാറ്റം വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഡെയിലി ഇങ്ങനെ വർക്കിന് പോണവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ വിയർപ്പ് നാറ്റം. ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ അസഹനീയമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പെർഫ്യൂംസിന്റെ സ്മെല്ല് എങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതിന് മുന്നേ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 500 ബിലോ വരുന്ന അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് ആണ്. അപ്പൊ അതിന്റെ സ്മെല്ലൊന്നും അങ്ങനെ കുറെ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറ്റിയ കുറച്ച് ടിപ്സ് ആണ് ഷെയർ ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ബോഡി മിസ്റ്റോ പെർഫ്യൂംസ് അല്ലെങ്കിൽ ബോഡി സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അണ്ടർ ആംസിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതിനായിട്ട് നമ്മളൊരു റോൾ ഓൺ യൂസ് ചെയ്യാം. റോൾ ഓൺസ് യൂസ് ചെയ്യുമ്പോൾ അണ്ടർ ആംസ് പിഗ്മെന്റഡ് ആകും. എനിക്കറിയാം, മറ്റ് ബ്രാൻഡിൻ്റെ ഒക്കെ യൂസ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് എന്ത് ചെയ്തു, ആ ബ്രാൻഡൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ആ ബ്രാൻഡ് റീപ്ലേസ് ചെയ്ത് വാങ്ങിയിട്ടുള്ള 2 പ്രൊഡക്ട്സ് ആണ് ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ അണ്ടർ ആംസിൽ പിഗ്മെന്റേഷൻ വരുന്നില്ല, എന്നതിന് നല്ല ഭയങ്കര ഒരു ഹെവൻലി സ്മെല്ല് അങ്ങനെയൊന്നും പറയാനില്ല കേട്ടോ. ഇത് ജസ്റ്റ് നമ്മുടെ സ്വെറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവിടുത്തെ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നുണ്ട്, അതിന് മാത്രം. അല്ലാണ്ട് വല്ലാണ്ട് നല്ല സ്മെല്ല് അങ്ങനെയൊന്നും എനിക്കിങ്ങനെ പറയാനായിട്ട് തോന്നുന്നില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ബോഡി വൈസിൻ്റെ 4% AHA BHA അണ്ടർ ആം റോൾ ഓൺ ആണ്. ഈ AHA BHA ഒക്കെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഇതിന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറയാം, ഇതിന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. ഇതിന്റെ സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ, ഞാൻ യൂസ് ചെയ്യുന്ന ഏതോ ഒരു ബ്രാൻഡിന്റെ സൺസ്ക്രീനിന്റെ സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇങ്ങനത്തെ ഒരെണ്ണത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് അതിന് മേലെ കൂടെ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വല്ലാണ്ട് എന്താ പറയാ, അല്ല കുറച്ചുകൂടെ നേരത്തേക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക പെർഫ്യൂമിന്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ബോഡി വൈസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് വേണമെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, കെമിസ്റ്ററ്റ് പ്ലേ എന്ന് പറയുന്ന, അത് തന്നെയല്ലേ, അതെ, കെമിസ്റ്ററ്റ് പ്ലേ. ഞാൻ കുറേ റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങിയ 2 റോൾ ഓൺസ് ആണ് കേട്ടോ. അത് അണ്ടർ ആം റോൾ ഓൺ ആണ്. അപ്പോൾ ഇതിൽ ഓർഡർ കൺട്രോൾ ചെയ്യും. അതുപോലെ ഇതിൽ 5% AHA ഉണ്ട്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇതിന് ഭയങ്കര സ്മെല്ല് അങ്ങനെയൊന്നും ഇല്ല. ഇതിനൊരു ന്യൂട്രൽ സ്മെല്ലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് യാതൊരു സ്മെല്ലും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതിലും വളരെ 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 നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ ബോഡി വൈസിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യും. ഇതാണ് ഞാൻ അണ്ടർ ആംസിൽ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ ദയവ് ചെയ്തിട്ട് പറയാണ്, ഡെയിലി ഡ്യൂട്ടിക്ക് പോണവര്, ഇപ്പൊ ഡെയിലി ബേസിസിൽ നമ്മൾ പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അണ്ടർ ആംസിൽ ഇതുപോലെ നല്ല റോൾ ഓൺസ് യൂസ് ചെയ്യാം. നമ്മൾ ആമസോണിലൊക്കെ വരുന്ന ഒരുവിധം എല്ലാ ഓഫർ സെയിലുകളെ പറ്റിയിട്ട് ഞങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്യാറുണ്ട്. ഇത്തവണ ആമസോണിൽ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ ലൈവായിട്ട് നടക്കുന്നുണ്ട്. 6th തുടങ്ങി 11th ഓഗസ്റ്റ് വരെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ടോപ്പ് ബ്രാൻഡ്സിലും 50 to 80% ഓഫ് ഉണ്ടായിരിക്കും. 4 lakh+ സെയിൽസ് ഉണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കാറിലിട്ട് വെച്ചിട്ട് ഈ ഒരു ഓഫർ സെയിലിൻ്റെ ടൈമിൽ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല അഫോർഡബിൾ റേറ്റിന് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇങ്ങനെ വെറൈറ്റി ഇതിന്റെ സ്മെല്ലുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഇത് ഞാൻ പറയാം കേട്ടോ. ഇത് ഫോഗിന്റെ എസെൻസ് എന്ന് പറയുന്ന ബോഡി സ്പ്രേ ആണ്. ഇത് പണ്ട് മുതൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങി എനിക്ക് ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. ഞാൻ അപ്പം തുടങ്ങി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ ഒരു പിങ്ക് ബോട്ടിൽ ഇത് കുറേ പേരുടെ ഫേവറേറ്റ് ആയിരിക്കും. കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്മെല്ല്, എനിക്ക് ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ഇത് ഇഷ്ടമുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത് അധികം നേരം ലാസ്റ്റ് ചെയ്യില്ല. നമ്മളിത് സ്പ്രേ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്മെല്ല് പോകും. ഒരു 2-3 hours ഇത് നിൽക്കണുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ലാസ്റ്റിംഗ് ആക്കാനായിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് പൾസ് പോയിന്റിൽ സ്പ്രേ ചെയ്യാന്നുള്ളതാണ്. പൾസ് പോയിന്റുകൾ അറിയാലോ, ഇത് അറിയാത്തവരുണ്ടായിരിക്കില്ല. നമ്മുടെ കൈയിൻ്റെ ഈ ഒരു ഭാഗം, അതുപോലെ ചെവിയുടെ ഈ ഭാഗം,
അങ്ങനെ നമ്മുടെ പൾസ് പോയിന്റുകൾ മുട്ടിന് താഴെ മുട്ടിന് ഉള്ളിലും അങ്ങനെയൊക്കെ നമ്മുടെ പൾസ് പോയിന്റുകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യും. എല്ലാ പോയിന്റിലും സ്പ്രേ ചെയ്ത് ഇത് കഴിക്കണം എന്നല്ല പറയുന്നത്. നമുക്ക് 2-3 പോയിന്റിൽ ഇവിടെ കഴുത്തിൻ്റെ പിന്നിലും നമ്മുടെ ഈ ഒരു ഏരിയയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ക്ലീവേജിൽ സ്പ്രേ ചെയ്യാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു ബോഡി പാർട്ട് ചൂടാവില്ല. നമ്മുടെ ബോഡി ചൂടാകുന്ന സമയത്ത് ആ സ്മെല്ല് പുറത്തോട്ട് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ബോഡി മിസ്റ്റുകളാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് വന്നിട്ട് പാരഡൈസ് ആണ്. ഇതിൻ്റെ ഭയങ്കര നല്ല ഹെവൻലി സ്മെല്ല്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഈ കുറേ വേരിയൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ബോട്ടിലും കൂടി ഉണ്ട്. അതെനിക്ക് കിട്ടിയില്ല അടുത്താണ് നോക്കിയിട്ട്. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര രസമാണ്. അയ്യോ എനിക്ക് വയ്യത് പറഞ്ഞിരിക്കുക. ഫോഗിൻ്റെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് റെഡ് ബോട്ടിലാണ് കേട്ടോ. നെപ്പോളിയൻ എന്ന് പറയുന്നതാണ് ഈ ഒരു ബോഡി സ്പ്രേ. ഇതിൻ്റെ സ്മെല്ല് മറ്റേതിനെ രണ്ടിനെ അപേക്ഷിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ഒന്നുമല്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു റെഡ് ബോട്ടിൽ. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പൾസ് പോയിന്റിൽ സ്പ്രേ ചെയ്തിട്ടേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തു. എന്നിട്ട് നമ്മൾ റബ്ബ് ചെയ്യരുത് കേട്ടോ. ഡാമ്പ് ചെയ്യാനേ പാടുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ല. ഇങ്ങനെ ഒന്ന് ഡാമ്പ് ചെയ്യുക. വല്ലാണ്ട് ഇങ്ങനെ ഉറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്യൂൾസൊക്കെ ബ്രേക്ക് ആയിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോകും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡാമ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹെയറിൽ സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹെയർ ഫ്രീസി ആകാനുള്ള ചാൻസ് ഉണ്ട്. ഹെയറിൽ സ്പ്രേ ചെയ്താലും സ്മെല്ല് കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ പുറം ഭാഗത്ത് ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊക്കെ സ്മെല്ല് നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും. നമ്മളധികം ഇങ്ങനെ ഒരസുന്ന ഭാഗങ്ങളല്ലല്ലോ, അതുകൊണ്ട് കുറേ നേരത്തേക്ക് അവിടുത്തെ സ്മെല്ലൊക്കെ ലാസ്റ്റ് ചെയ്യും. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള മോയ്സ്ചറൈസിങ് ലോഷനുകൾ യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ഭയങ്കര ഹാർഷ് സ്മെല്ലില്ലാത്തത് വേണം യൂസ് ചെയ്യാം. ഭയങ്കര സ്മെല്ലുള്ള അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സ്മെല്ലുള്ളതൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഫ്രാഗ്രൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അത് അലോവേര ജെല്ലാണ്. അപ്പോൾ നമ്മൾ കയ്യിലും കാലിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് ഡ്രൈ ആയ ശേഷം നമ്മുടെ ബോഡി മിസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ പറയുന്നത് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യമല്ല, കുറച്ചും കൂടി ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആക്കാമെന്ന് മാത്രം. ഒരു 2-3 hours നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന പോലെ നമുക്കിത് നീട്ടിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ പരീക്ഷിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ടിപ്സാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാണ്. അല്ല, ഇതിന് മുന്നേ ഇതൊക്കെ 500-ന് താഴെ വരുന്നതാണ് കേട്ടോ. 200-ന് താഴെ വരുന്ന കുറേ ബോഡി മിസ്റ്റും ബോഡി സ്പ്രേയും ഉണ്ട്. പിന്നെ 500-ന് താഴെ വരുന്ന പെർഫ്യൂംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്സിൻ്റെ ആണ്. ഇതുണ്ട് ആക്സിൻ്റെ. ഇത് അത്യാവശ്യത്തിന് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് അഫോർഡബിൾ ആണ്. ഇത് മെൻസിൻ്റെ ആണോ എനിക്ക് അറിയില്ല. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്യും. എനിക്ക് ഏത് സ്മെല്ലാണോ പിടിക്കുന്നത് അത് ഞാൻ സ്പ്രേ ചെയ്ത് പോകും. ഞാൻ ഇത് വുമൻ്റെ ആണോ മെൻ്റെ ആണോ എന്നൊന്നും നോക്കാറില്ല കേട്ടോ. അതിൻ്റെ ഫ്രാഗ്രൻസ് സ്മൂത്ത് ചോക്ലേറ്റ് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഡാർക്ക് ടെംപ്റ്റേഷനിൽ വരുന്ന സ്മൂത്ത് ചോക്ലേറ്റ് ഫ്രാഗ്രൻസ് ആണ്. ഇത് ബോഡി സ്പ്രേ ഡിയോഡ്രൻ്റ് ആണ്. നല്ല സ്മെല്ലാണ്. നല്ല പോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു സെറ്റായിട്ട് വാങ്ങിയതാണ് കേട്ടോ. 3 എണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിരുന്നു. അപ്പോൾ ഇതും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മുടെ ഈ ഒരു മുട്ടിൻ്റെ മടക്കിൽ പിന്നിൽ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യും സംഭവം. ഇത് മറ്റ് ഫോഗിൻ്റെ എന്താ പറയുക ബോഡി മിസ്റ്റില് ബോഡി സ്പ്രേനെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഫോഗിൻ്റെ ഫ്രാഗ്രൻസുകൾ ഭയങ്കര ഇഷ്ടം. എൻ്റെ വെറൈറ്റി ട്രൈ ചെയ്യാന്നൊക്കെ ഉള്ളത് ഇത് കണ്ടോ. എക്സ്പ്രസ് എന്ന് പറയുന്നത് എൻ്റെ മിനി വേർഷൻ 50 ml ഞാൻ വാങ്ങി ട്രൈ ചെയ്തതാണ്. ഇത് മെൻസിൻ്റെ ആണ് കേട്ടോ തോന്നുന്നു. മെൻസിൻ്റെ സ്പ്രേ ആണെന്ന് തോന്നുന്നു. ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും 500 ബിലോ ആണ്. ഇതിന് ഒത്തിരി റിവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ സ്മെല്ല് കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുഴപ്പമില്ല. പക്ഷെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടോ കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്മെല്ലിന്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിൽ വേണം പെർഫ്യൂംസ് സ്റ്റോർ ചെയ്യാനായിട്ട്. ഭയങ്കര ഡ്രൈയോ ഭയങ്കര വെറ്റോ അല്ല ഞാൻ ചോദിച്ചാൽ കുറച്ചൊന്ന് ഒരു മീഡിയം ഒരു ക്ലൈമാറ്റിൽ കുറച്ച് എന്താ പറയുക ഭയങ്കര ഡ്രൈ അല്ലാതെ ഹോട്ട് ഏരിയാസിലൊന്നും വെക്കരുത്. അതുപോലെ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ള ഭാഗങ്ങളിലൊന്നും സ്റ്റോർ ചെയ്തത്. കുഴപ്പമില്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മീഡിയം ക്ലൈമാറ്റ് ഉള്ളിടത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കാം. ഈ ഒരു പെർഫ്യൂം ഇത് ഞാൻ പുതിയത് വാങ്ങിയതാണ്.
ഇതിൻ്റെ സ്മെല്ല് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നാമത് ഈ സീക്രട്ട് ടെംപ്റ്റേഷൻ നമുക്ക് വാങ്ങാൻ പറ്റിയതിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നല്ല സ്മെല്ലുള്ള ഒരു പെർഫ്യൂമാണ്. ഒരു 400 ബിലോ ആണ് ഇതിന് വരുന്നത്. ഇത് വലിയ ബോട്ടിലാണ്, 100 ml ആണ്. അതുകൊണ്ട് ഇതിനൊരു 500 രൂപയ്ക്ക് താഴെയാണ് ഇത് വരുന്നത് കേട്ടോ. കണ്ടോ, ഇത് റോസാണെന്നുണ്ട് ഫ്രാഗ്രൻസ്. ഇത് റോസാണ് ഫ്രാഗ്രൻസ്. ഇത് സ്പ്രേ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ നല്ല എന്താ പറയുക, നല്ല ഹെവൻലി സ്മെല്ലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും കൊള്ളാം. ബ്ലിസ് ആണ്, കണ്ടോ, ബ്ലിസ് സീക്രട്ട് ടെംപ്റ്റേഷൻ്റെ ബ്ലിസ് ആണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഡ്രസ്സിലൊന്നും സ്പ്രേ ചെയ്യാണ്ടിരിക്കുക, നേരിട്ട് നമ്മുടെ ക്ലോത്തിൽ സ്പ്രേ ചെയ്ത്. ബോഡി സ്പ്രേ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പൾസ് പോയിന്റിൽ പെർഫ്യൂംസും ബോഡി സ്പ്രേ നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം. പക്ഷെ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ ഫുൾ ബോഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത ശേഷമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ സീക്രട്ട് ടെംപ്റ്റേഷന് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇത് റൊമാൻസ് എന്ന് പറയുന്ന ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഇത് പണ്ടത്തെ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഭയങ്കര അഫോർഡബിളും, ഇത് കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ, 50 ml. പക്ഷെ നല്ല സ്മെല്ലാണ്. ഇത് ഒത്തിരി നേരത്തേക്ക് ലാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അത്ര അധികം നേരമൊന്നും ലാസ്റ്റ് ചെയ്യില്ല. നമ്മൾ പറഞ്ഞ പോലെ ചെയ്താലും ഒരു 2-3 മണിക്കൂറൊക്കെ കുറച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു പരമാവധി നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ പോക്കറ്റ് പെർഫ്യൂംസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോണവരൊക്കെ ആണെങ്കിൽ കുഞ്ഞു പോക്കറ്റ് പെർഫ്യൂംസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ചെറിയ 50 ml ഇത് കുഞ്ഞതല്ലേ. ഇത് നമുക്ക് അങ്ങനെ ക്യാരി ചെയ്യാൻ എളുപ്പമല്ല. പോക്കറ്റ് സൈസ് കിട്ടൂലേ പെർഫ്യൂംസ് ഒക്കെ, അതാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നല്ലതാണ്, റീഅപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്, നല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല വേർത്താണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്രൈസിന്. നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് നേരത്തേക്ക് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്നത്. നല്ല സ്മെല്ലാണ്. ഇത് സ്പ്രേ ചെയ്ത ആ ഒരു ടൈമിൽ നമുക്ക് വലിയ മണം തോന്നില്ല, അത് കണ്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല രസമാണ്. നല്ല ഇങ്ങനെ എനിക്ക് പറയാനായിട്ട് അറിയുള്ളൂ, നല്ല പ്ലസൻറ്റ് സ്മെല്ലാണ്. പിന്നെ ഫോഗിൻ്റെ ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമായിരുന്നു ഇത് തീർന്നു കേട്ടോ. കണ്ടോ, കാലിയായി. ഇത് എൻ്റെ എത്രാമത്തെ ബോട്ടിൽ, 3ാമത്തെ അങ്ങടാന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു ഗ്രീൻ ബോട്ടിൽ നല്ല സ്മെല്ലാണ്. ഓഫ്, ഇത് കാലത്തൊക്കെ അടിച്ചു പോകുമ്പോൾ എന്താണെന്നറിയോ. പക്ഷെ ഇതും ഐ ആം ക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. പക്ഷെ ഇതും കുറേ നേരത്തേക്കൊന്നും ലാസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇതൊക്കെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്നത് കൊണ്ട് ഒത്തിരി നേരത്തേക്കൊന്നും ലാസ്റ്റ് ചെയ്യില്ല. ഒരു 4 to 5 hours ഒക്കെ കിട്ടിയാൽ തന്നെ ഭാഗ്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ സ്മെല്ല് കിട്ടും. വളരെ അകലേക്കൊന്നും അങ്ങനെ പരന്ന് കിട്ടില്ല, എന്നാലും നമ്മൾ അടുത്തോട്ട് ആ ഒരു എന്താ പറയുക വിയർപ്പിൻ്റെ ആ ഒരു നാറ്റുണ്ടല്ലോ, അത് അത്രയ്ക്ക് അങ്ങോട്ട് പുറത്തോട്ട് വരില്ല. വല്ലാണ്ട് സ്വെറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ടിപ്സ് പരീക്ഷിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്കൊരു കുറച്ചും കൂടെ ഹൈപ്പുള്ള കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂം നോക്കണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അഫോർഡബിൾ റേഞ്ചിൽ നോക്കണമെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ടൈറ്റനിൻ്റെ ഈ ഒരു സ്കിന്നിൻ്റെ ഈ ഒരു പെർഫ്യൂം വാങ്ങാട്ടോ. റോ എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂം. ഇത് പോക്കറ്റ് സൈസാണ്. നമുക്ക് ഇത് ബോട്ടിൽ എന്താ പറയുക, ഗ്ലാസ് ബോട്ടിലല്ല, ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും പോക്കറ്റ് സൈസാണ്. പിന്നെ പോക്കറ്റ് സൈസ് ആകുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് 400-500 താഴെ നമുക്കിത് കിട്ടും. ഇത് തീർന്നിട്ടില്ല, എൻ്റെ കുറച്ചും കൂടി ഉണ്ട്. നമ്മൾ ഇപ്പം ഇതിങ്ങനെ വെറുതെ അടിച്ച് കളയാൻ എനിക്ക് തോന്നുന്നില്ല, നല്ല സ്മെല്ല്. ഞാൻ കഴിഞ്ഞ വട്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മെൻസിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ സ്മെല്ല്, നല്ല സ്മെല്ല് അതിൻ്റെ. അപ്പോൾ ഇതും കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നില്ല, കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, വലുത് വാങ്ങി കാശ് കളയണ്ടെന്നുള്ളവർക്ക് ഇതുപോലത്തെ മിനി സൈസ് നമുക്ക് കിട്ടും, പോക്കറ്റ് സൈസ്. അപ്പോൾ അത് വാങ്ങി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് സ്കിന്നിൻ്റെ ഒരുവിധം എല്ലാ ഫ്രാഗ്രൻസിലും വരുന്നത് ഇതുപോലെ പോക്കറ്റ് സൈസിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചെറിയ മിനി വേർഷനൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കുക, കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ വാങ്ങിയിട്ടുള്ള എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ അത് ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ലതാണ്. കുറച്ച് നേരത്തിൽ കൂടെ നമുക്ക് നീട്ടി കിട്ടുന്നുണ്ട്. പെർഫ്യൂം കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ആ സ്മെല്ല് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ എനിക്ക്. ഇങ്ങനെ വല്ലാണ്ട് പരന്ന് പോകണില്ലെങ്കിലും നമ്മുടെ ബോഡിയിൽ അത് ആ ഒരു സ്വെറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സ്വെറ്റിൻ്റെ ആ ഒരു സ്വെറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു
ബാഡ് സ്മെല്ലൊന്നും പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതിരിക്കുക. എല്ലാവരും നല്ല ഹാപ്പിയും ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.